ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം എന്ന് വെച്ചാൽ 2025 മെയ് 21 ദിനപത്രം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെയായിരുന്നു മെയ് 20 LDF സർക്കാരിൻ്റെ 4ാം വാർഷികം. 4ാം വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുകയും സർക്കാരിന്റെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിവേഗ റെയിൽപാതയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതി വിഭാവനം ചെയ്തു, കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. ആദ്യം തത്വത്തിൽ അംഗീകാരം ലഭിച്ചു. പിന്നീട് കേരളത്തിൽ വലിയ സമരം ഉയർത്തിക്കൊണ്ടുവന്നു പ്രതിപക്ഷവും ബി ജെ പിയുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി പദ്ധതിക്ക് തുടർ അനുമതി നൽകിയില്ല. അതിനുശേഷം ശ്രീധരൻ, അന്ന് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പദ്ധതിയെ എതിർത്ത ശ്രീധരൻ ഒരു പുതുക്കിയ പദ്ധതി തയ്യാറാക്കി സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. സംസ്ഥാന സർക്കാർ അത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകി. അതിലും ഒരു തീരുമാനവും ഇതുവരെയും കേന്ദ്ര റെയിൽവേ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെച്ച് തൽക്കാലം സിൽവർ ലൈൻ പദ്ധതി അതിവേഗ റെയിൽപാത കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല, ഇന്ന് നടപ്പാക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്, പക്ഷെ നാളെ നടക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മെയ് 21 മലയാള മനോരമ ഒരു ബാനർ വാർത്ത, 1ാം വാർത്ത അടിക്കുന്നത്. എന്താണ് വാർത്തയുടെ തലക്കെട്ട്? വേഗ റെയിൽ സിൽവർ ലൈൻ ബദൽ പദ്ധതികളിൽ ആശയക്കുഴപ്പം. വേഗ റെയിൽ സിൽവർ ലൈൻ ബദൽ പദ്ധതികളിൽ ആശയക്കുഴപ്പം. വേഗമില്ല, പാതയുമില്ല. എന്താണ്? വേഗമില്ല, പാതയുമില്ല. ഇതാണ് തലക്കെട്ടിന്റെ വാക്കുകൾ. വേഗവുമില്ല, പാതയുമില്ല. ബ്രോഡ് ഗേജ് സിൽവർ ലൈനിനോട് സർക്കാരിന് താല്പര്യമില്ല. ശ്രീധരന്റെ ബദൽ നിർദ്ദേശം പരിഗണിക്കാതെ റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയാണ്. അതിനുശേഷം അതിനകത്ത് പ്രത്യേക കോളത്തിൽ കൊടുക്കുന്ന ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: പരിഗണിക്കുന്ന പദ്ധതികൾ 1. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ. സ്റ്റാൻഡേർഡ് ഗേജ്, വേഗം 200 കിലോമീറ്റർ, ദൂരം 530 കിലോമീറ്റർ. ചെലവ് 2020 കണക്കാക്കിയത് 63,940 കോടി എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് 80,000 കോടി ചെലവ് എന്ന് പറഞ്ഞുകൊണ്ട് 1ാമത്തെ ബദൽ. 2ാമത്തെ ബദൽ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് റെയിൽ. ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി ചെലവ് കണക്കാക്കിയിരിക്കുന്നത് 1,00,000 കോടി രൂപ. 3ാമത്തെ പദ്ധതി റെയിൽവേയുടെ 3ഉം 4ഉം പാത. റെയിൽവേ കേരളത്തിൽ 3ാമത്തെയും 4ാമത്തെയും, ഇപ്പോൾ ഇരട്ടപ്പാതയുണ്ട്, അതുകൂടാതെ 3ാമത്തെയും 4ാമത്തെയും പാത നിർമ്മിക്കണം, പുതിയ റെയിൽവേ ലൈൻ നിർമ്മിക്കണം. ഇതാണ് 3ാമത്തെ ബദൽ. 4ാമത്തേത് തിരുവനന്തപുരം മംഗളൂരു നിലവിലുള്ള പാതയിലെ വേഗം കൂട്ടൽ. ഇതിൽ 1ാമത്തെ പദ്ധതി അട്ടത്ത് വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2ാമത്തെ പദ്ധതി ശ്രീധരന്റെ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടില്ല. പിന്നീട് പരിഗണിക്കാവുന്ന പദ്ധതി 3ഉം 4ഉമാണ് എന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ സിൽവർ ലൈനിന് എതിരെ സമരം നടന്ന ഘട്ടത്തിൽ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ബദൽ ആയി ചൂണ്ടിക്കാണിച്ച പ്രധാന പദ്ധതിയാണ് വേഗം കൂട്ടൽ. നടക്കില്ല എന്ന് ഇപ്പോൾ റെയിൽവേ പറഞ്ഞു. അന്ന് റെയിൽവേ പറഞ്ഞു വേഗം കൂട്ടിക്കഴിഞ്ഞാൽ BJP നേതാക്കൾ, വി മുരളീധരൻ, UDF നേതാക്കൾ, കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും പറഞ്ഞു. അന്തിച്ചർച്ചയിലെ പ്രധാന വിഷയം അതായിരുന്നു. എന്ത്? വേഗം കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കും. എന്തിനാണ് ഇത്രയും പണം ചെലവഴിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കി ഒരു സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചവരുണ്ട്. അവർക്കാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ മറുപടി നൽകിയത്. അത് മലയാള മനോരമ പറയുകയാണ്: പദ്ധതി ഫലപ്രദമല്ല. എന്താണ്? വേഗം കൂട്ടൽ പദ്ധതി ഫലപ്രദമല്ല. വേഗം കൂട്ടിയ സെക്ഷനുകളിൽ പോലും ട്രെയിനുകളുടെ സമയം മാറ്റാൻ കഴിയാത്ത തരത്തിൽ ട്രാക്കിൽ വേഗ നിയന്ത്രണങ്ങൾ. ഷൊർണൂർ മംഗളൂരു പാതയിൽ 130 കിലോമീറ്റർ സാധ്യമാകുമെങ്കിലും മറ്റു സെക്ഷനുകളിൽ പദ്ധതി നടപ്പാക്കാൻ ഏറെ സമയം വേണം. സ്റ്റോപ്പ് കുറവുള്ള ട്രെയിനുകൾക്ക് മാത്രം വേഗം കൂടും എന്നാണ് പറയുന്നത്. എല്ലാ ട്രെയിനുകൾക്കും വേഗം കൂട്ടാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വേഗം കൂട്ടാൻ കഴിയുന്ന പാതയുണ്ട് എങ്കിലും വേഗം കൂട്ടാൻ കഴിയാത്ത സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും റെയിൽവേ ലൈനുകളിൽ ഉണ്ട് എന്നർത്ഥം. മറ്റൊരു ബദൽ 3ഉം 4ഉം പാതയാണ്. അത് സ്ഥലം ഏറ്റെടുക്കണം. സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞ് പാത നിർമ്മിക്കണം. അതിൻ്റെ ടെൻഡർ വർക്കുകൾ, അതിൻ്റെ അലൈൻമെൻറ്റ് വർക്കുകൾ, അതിൻ്റെ സർവേ വർക്കുകൾ, ഇങ്ങനെ ഒരുപാട് നൂലാമാലകൾ അതിൽ മറികടക്കാനുണ്ട്. അതൊക്കെ മറികടന്ന് 3ഉം 4ഉം പാത ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ അതും ഫലപ്രദമല്ല എന്നാണ് റെയിൽവേ തന്നെ പറയുന്നത്. അതിന് കേരളം ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറണം എന്ന് വെച്ചാൽ
കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവ് വരുന്നത് ഭൂമി ഏറ്റെടുക്കാനാണ്. ആ പണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകണം എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് ഒരു നിലപാടും സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല എന്ന ആരോപണമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ മലയാള മനോരമ ഉയർത്തുന്നത്. നേരത്തെ സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തവരാണ് മലയാള മനോരമ. സമരത്തിന് വലിയ പ്രചാരം നൽകിയവരാണ് മലയാള മനോരമ, ദിനപത്രവും ചാനലും ഒക്കെ. അവർക്ക് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിവേഗ പാത വേണമെന്ന്. അവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് അതിവേഗ പാത എന്ന് ചോദിച്ചവരാണ്, പരിസ്ഥിതിക്ക് ദോഷമാകുമെന്ന് വാദിച്ചവരാണ്. ഇപ്പോൾ പറയുന്നത് അതിവേഗ പാത വേണം, പക്ഷെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന്. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത ഘട്ടത്തിൽ അതിന് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പദ്ധതിയേ വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്തപ്പോൾ UDF-നും BJP-ക്കും സമരസമിതിക്കാർക്കുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് അടക്കമുള്ള സംഘടനകൾക്ക് പരിപൂർണ പിന്തുണ നൽകി മുഖപ്രസംഗം എഴുതി അന്തിച്ചർച്ചകൾ നടത്തി ആ പദ്ധതിയെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന മലയാള മനോരമയ്ക്ക് ഇപ്പോൾ പദ്ധതി വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ എഴുത്ത്. എന്നിട്ട് പറയുകയാണ് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, സംസ്ഥാന സർക്കാർ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല. ഉളുപ്പ് വേണം, ഉളുപ്പ് എന്നേ പറയാനുള്ളൂ. കാരണം ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു പറയാം, പിണറായി പറഞ്ഞിടത്ത് തന്നെ വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് പിണറായി ഉറപ്പിച്ചു പറയുന്നത് ഇന്ന് പാത വന്നില്ലെങ്കിലും നാളെ വരും എന്ന്.